मेरे साथ बोलिए, भारत माता की जय। थोड़ा जोर से आवाज निकालिए, दोनों हाथ खड़ा कर कर। കുറച്ചുകൂടി ഉഷാറോടുകൂടി രണ്ട് കൈയും ഉയർത്തി एनडीए सरकार के विजय की मुट्ठी भींचकर बोलिए, भारत माता की जय। मंच पर उपस्थित श्रीमान साबू जैकब जी, अध्यक्ष 2020 पार्टी, श्री पीपी सजीव जी, डिस्ट्रिक्ट प्रेसिडेंट बीजेपी, श्री एएन राधाकृष्णन जी, वाइस प्रेसिडेंट एनडीए, श्री गोप कुमार 2020 पार्टी, बॉबी एम जैकब 2020 पार्टी, दीपक मंडल 2020 पार्टी, श्री बिजोय अध्यक्ष 2020 पार्टी। और आज तुम अनुवाद ट्रांसलेशन कर, आज जिनको जिताने के लिए मैं आया हूं, आगे आइए जरा, बाबू दिवाकरण 2020 पार्टी के प्रत्याशी, श्री अजी नारायणन भारतीय धर्म सेना पार्टी BDJSന്റെ സ്ഥാനാർത്ഥി, श्री सनी जी 2020 पार्टी 2020യുടെ സണ്ണി ജി, श्री जीबी अब्राहम 2020 पार्टी, ശ്രീ ജിബി എബ്രഹാം, श्री प्रोमी कुरियाकोस, ശ്രീ പ്രോമി കുര്യാക്കോസ് അങ്കമാലി മണ്ഡലം സ്ഥാനാർത്ഥി, श्री जीबी पथिकल जी 2020 पार्टी, ശ്രീ ജിബി പാത്തിക്കൽ പെരുമ്പാവൂർ മണ്ഡലം സ്ഥാനാർത്ഥി, श्री अखिल राज 2020 पार्टी, തൃക്കാക്കര മണ്ഡലം ശ്രീ അഖിൽ മാരാർ അദ്ദേഹം എത്തിയിട്ടില്ല. और आज ईस्टर होने के बावजूद इतनी बड़ी संख्या में आए हुए सभी भाइयों बहनों को मेरा प्रणाम, नमस्कार, शुभकामनाएं। ഇന്ന് ഈസ്റ്റർ ദിനമായിട്ടുകൂടി ഇന്നിവിടെ ഒത്തുചേർന്നിട്ടുള്ള ഈ ആയിരക്കണക്കിന് വരുന്ന നിങ്ങൾ ഓരോരുത്തർക്കു കൂടി എന്റെ ഈസ്റ്റർ ദിനാശംസകൾ കൂടി അറിയിച്ചു കൊള്ളുന്നു. भाइयों बहनों, ये जो चुनाव 9 तारीख को होने जा रहा है, ये चुनाव किसी की सरकार बदलने का चुनाव नहीं है। एलडीएफ की सरकार बदलकर एनडीए की सरकार लाने का चुनाव नहीं है। ये चुनाव केरल के भविष्य को सुनिश्चित करने का, सुनहरा करने का चुनाव। സുഹൃത്തുക്കളെ, ഈ ഏപ്രിൽ 9-ാം തീയതി നടക്കുവാൻ പോകുന്ന ഈ ഒരു തിരഞ്ഞെടുപ്പ് ഏതെങ്കിലും സർക്കാരിനെ മാറ്റി പുതിയൊരു സർക്കാരിനെ കൊണ്ടുവരുവാനുള്ള ഒരു പ്രക്രിയ മാത്രമല്ല, ഈ കേരളം എന്ന കൊച്ചു സംസ്ഥാനത്തിനെ സുഭദ്രമായ കൈകളിൽ എത്തിക്കുവാൻ, കേരളത്തിന്റെ ഭാവിയെ സുഭദ്രമാക്കുവാൻ കൂടി നടക്കുവാൻ പോകുന്ന ഒരു തിരഞ്ഞെടുപ്പാണ് ഈ ഏപ്രിൽ 9-ന് നടക്കുവാൻ പോകുന്നത്. कई सालों से केरल की जनता ने यूडीएफ को निकालकर एलडीएफ को लाया, एलडीएफ को निकालकर यूडीएफ को लाया, यूडीएफ एलडीएफ, एलडीएफ यूडीएफ, दोनों ने भ्रष्टाचार किया, दोनों ने करप्शन किया। കഴിഞ്ഞ നിരവധി പതിറ്റാണ്ടുകളായി ഈ കേരളത്തിൽ UDF അധികാരത്തിൽ നിൽക്കുമ്പോൾ, ഇലക്ഷൻ വരുമ്പോൾ അതിനെ മറച്ചിട്ടുകൊണ്ട് LDF അധികാരത്തിൽ വരുന്നു, പിന്നീട് അതിനുശേഷം UDF വരുന്നു. ഇത്തരത്തിൽ UDF, LDF, LDF, UDF എന്നുള്ള പ്രക്രിയ മാത്രം നടക്കുന്നു. എന്നാൽ അതിനൊപ്പം നടന്നു വരുന്ന ഒരേ ഒരു കാര്യം, അഴിമതിയിൽ ഇവരെല്ലാം മുൻപന്തിയിലാണ് എന്നുള്ള ഒരൊറ്റ കാര്യം മാത്രം. भाइयों बहनों, केरल को आगे बढ़ाना है तो नरेंद्र मोदी जी के नेतृत्व में एनडीए की सरकार बनानी है. സുഹൃത്തുക്കളെ, കേരളത്തെ ശരിയായ ദിശയിൽ മുന്നോട്ട് നയിക്കണമെങ്കിൽ നരേന്ദ്രമോദിജി നേതൃത്വം നൽകുന്ന എൻഡിഎയുടെ ഒരു സർക്കാർ തന്നെ കേരളത്തിൽ ഉണ്ടാവേണ്ട ആവശ്യകതയുണ്ട്. भारत में सबसे पहले कोई स्टेट लिटरेट बना तो हमारा केरल बना. यहां के युवा शिक्षित,
यहाँ के युवा बुद्धिमान है, परंतु उनके पास नौकरी नहीं है। नौकरी लेने के लिए गल्फ कंट्रीज और दुनिया भर में, देश भर में जाना पड़ेगा। हम ऐसे केरल की रचना करना चाहते हैं जहां केरल के युवा को अपने ही प्रदेश केरल में 100% नौकरी मिल जाए, ऐसे केरल की रचना करनी है। സുഹൃത്തുക്കളെ, ഈ കേരളം എന്ന കൊച്ചു സംസ്ഥാനമാണ് ഈ ഭാരതത്തിൽ ആദ്യമായി 100%-നടുത്ത് സാക്ഷരത കൈവരിച്ച സംസ്ഥാനം. എന്നാൽ ഇവിടെ നിന്നും പഠിച്ച് ഉയർന്നു വരുന്ന വിദ്യാർത്ഥികളുടെ എല്ലാ അവസ്ഥ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവർക്ക് ജോലി കിട്ടുവാനായി മറ്റു സംസ്ഥാനങ്ങളിലേക്കും വിശിഷ്യ ഗൾഫ് രാജ്യങ്ങളിലേക്കും മറ്റ് വിദേശ രാജ്യങ്ങളിലേക്കും പോയി അവരുടെ ബുദ്ധിയും കഴിവും പ്രയോജനപ്പെടുത്തേണ്ടി വരുന്ന അവസ്ഥയാണുള്ളത്. ഞങ്ങൾ ഇന്ന് വിഭാവനം ചെയ്യുന്നത് ഇവിടെ നിന്നും പഠിച്ചു പോകുന്ന വിദ്യാർത്ഥികളെ 100% വിദ്യാർത്ഥികളെയും ഈ കേരളത്തിൽ തന്നെ അവരുടെ ബുദ്ധിയും കഴിവും വിനിയോഗിച്ചുകൊണ്ടുള്ള തരത്തിലുള്ള ഒരു സുന്ദര സുരഭില കേരളമാണ് NDA സ്വപ്നം കാണിക്കുന്നത്. भाइयों बहनों, अब पूरी दुनिया में परिवर्तन आ रहा है। ये LDF कम्युनिस्ट पार्टी पूरी दुनिया में समाप्त हो गई और UDF जिसका नेतृत्व कांग्रेस कर रही है वो पूरे देश में समाप्त हो रहा है। पूरा देश आज नरेंद्र मोदी जी के नेतृत्व में आगे बढ़ रहा है। നമുക്കറിയാം, ഈ കേരളത്തിലെ LDF മുന്നണി നയിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ന് ലോകത്തുടനീളം ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ഏതാനും ചില പോക്കറ്റുകളിൽ മാത്രം ഒതുങ്ങുന്ന ഒരു പ്രത്യയശാസ്ത്രമായി മാറിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു വശത്തും, മറുവശത്ത് നോക്കിയാൽ UDF, അതിന് നേതൃത്വം നൽകുന്ന കോൺഗ്രസ്, ഇന്ന് ഭാരതത്തിൽ വിരലിലെണ്ണാവുന്ന ഏതാനും ചില സംസ്ഥാനങ്ങളിൽ മാത്രം ഒതുങ്ങി ചുരുങ്ങി നിൽക്കുന്ന ഒരു പ്രസ്ഥാനമായി മാറിയിരിക്കുന്നു കോൺഗ്രസ്. അതിനർത്ഥം ഈ ഭാരതത്തിലുടനീളം നിരവധി സംസ്ഥാനങ്ങൾ ഓരോന്നോരോന്നായി നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിലുള്ള NDAയുടെ കുടക്കീഴിൽ അണിനിരന്നുകൊണ്ടിരിക്കുകയാണ്. भाइयों बहनों, 2014 के लोकसभा चुनाव में NDA को 14% वोट केरल में मिला। 2019 लोकसभा इलेक्शन में 16% मिला और 2024 लोकसभा में 20% मिला। अब बारी है NDA की सरकार बनाने की। इस बार केरल में NDA का सरकार बनाना है। സുഹൃത്തുക്കളെ, 2014 പൊതു തിരഞ്ഞെടുപ്പിൽ NDAക്ക് കേരളത്തിൽ ലഭിച്ചത് 14% വോട്ടായിരുന്നുവെങ്കിൽ 2019 ലോകസഭാ തിരഞ്ഞെടുപ്പിലേക്ക് എത്തിയപ്പോൾ അത് 16% ഉയർന്നു. 2024 ലോകസഭാ തിരഞ്ഞെടുപ്പിൽ അത് 20%. ഇനി വരാൻ പോകുന്നത് 2026 കേരളം ഭരിക്കുവാൻ പോകുന്ന NDAയുടെ ഒരു തിരഞ്ഞെടുപ്പാണ് വരുവാൻ പോകുന്നത്. സുഹൃത്തുക്കളെ, भाइयों बहनों, आज NDA में एक नया साथी जुड़ा है, 2020 पार्टी। आपको ये जानना चाहिए 2020 पार्टी क्यों बनी। जब यहां पर LDF और UDF ने लोगों के काम करने की जगह यहां भ्रष्टाचार किया, वो भ्रष्टाचार के खिलाफ लड़ने के लिए सुबू जी ने 2020 पार्टी बनाई। സുഹൃത്തുക്കളെ, കേരളത്തിലെ NDA മുന്നണിയിൽ ഇന്നിതാ വിപുലപ്പെടുത്തിയപ്പോൾ നമ്മുടെ കൂടെ വന്നിരിക്കുന്നത് 2020 എന്നുള്ള പാർട്ടിയാണ്. നമ്മൾ മനസ്സിലാക്കണം, ഈ 2020 എന്നുള്ള രാഷ്ട്രീയ പാർട്ടി എന്തിനു വേണ്ടി നിലവിൽ വന്നു. അപ്പോൾ നമ്മൾക്ക് മനസ്സിലാകും ഈ LDFന്റെയും UDFന്റെയും അഴിമതി കഥകൾ പുറത്തു കൊണ്ടുവന്ന് അതിനെതിരെ പോരാടി ഇവിടെ തലയുയർത്തി നിൽക്കുവാൻ ഈ സാധാരണക്കാരൻ ഒരു പാർട്ടി വേണ്ടിയിരുന്നു. അതിനു വേണ്ടിയിട്ടാണ് ശ്രീ സാബു M ജേക്കബ് ഈ 2020 എന്നുള്ള ഈ രാഷ്ട്രീയ പാർട്ടി ആരംഭിച്ചതും ഇന്ന് നമ്മൾ ഈ പ്രസംഗിക്കുന്ന ഈ വേദിയുള്ള പ്രദേശമടക്കമെല്ലാം അവർ ഭരിച്ചുകൊണ്ടിരിക്കുന്നതും ഈ 2020 പാർട്ടിയുടെ ഒരു വലിയ മഹിമ തന്നെയാണ്. मैं NDA में 2020 पार्टी का स्वागत करता हूं और आज ईस्टर का दिन है। केरल भर के
सभी भाइयों बहनों को जो यीशु के अनुयायी है वो सभी को अपील करना चाहता हूं कि आप एनडीए के साथ जुड़िए और समृद्ध केरल बनाइए। ഞാൻ NDA മുന്നണിയിലേക്ക് ശ്രീ സാബു എം ജേക്കബിനെ ഒരിക്കൽ കൂടി സഹർഷം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതോടൊപ്പം തന്നെ ഇന്നത്തെ ഈ ഒരു ഈസ്റ്റർ സുദിനത്തിൽ ഈ മലയാളികൾക്ക് എല്ലാവർക്കും വിശിഷ്യ ക്രിസ്തീയ വിശ്വാസികൾക്ക് എന്റെ ഈസ്റ്റർ ആശംസകൾ അറിയിക്കുന്നതിനോടൊപ്പം നിങ്ങളോട് ഞാൻ ഒരു കാര്യം കൂടി അഭ്യർത്ഥിക്കുന്നു. ഈ നാട്ടിലെ ഈ സംസ്ഥാനത്തിലെ ക്രിസ്തീയ വിശ്വാസികൾ എല്ലാവരും ഇനിയൊരു മാറ്റത്തിന് സമയമായിരിക്കുന്നു. നിങ്ങളെല്ലാവരും NDAക്ക് വേണ്ടി അനുകൂലമായ ഒരു തീരുമാനമെടുക്കുമെന്ന് കൂടി അഭ്യർത്ഥിക്കുന്നു. भाइयों बहनों, नरेंद्र मोदी जी ने 1760 करोड़ से स्मार्ट सिटी मिशन के तहत अपने कोची को चुनकर 98 बड़ी योजनाएं 2000 करोड़ की योजनाएं कोची के लिए देने का काम नरेंद्र मोदी जी ने किया। സുഹൃത്തുക്കളെ, നരേന്ദ്രമോദി നേതൃത്വം നൽകുന്ന ഈ ഒരു കേന്ദ്ര സർക്കാർ കൊച്ചിയുടെ വികസനത്തിനായിട്ട് ഏകദേശം 2000 കോടി രൂപയുടെ സ്മാർട്ട് സിറ്റി പദ്ധതികളാണ് വിഭാവനം ചെയ്ത് നടപ്പിലാക്കി കൊണ്ടിരിക്കുന്നത്. भाइयों बहनों, कोची मेट्रो फेज 2 275 करोड़ रुपया भारत सरकार ने दिया और इसके साथ साथ 600 करोड़ रुपए की लोन की गारंटी भी दी है। കൊച്ചി മെട്രോയുടെ രണ്ടാം ഘട്ട വികസനത്തിനായിട്ട് കേന്ദ്ര സർക്കാർ അനുവദിച്ചത് 275 കോടി രൂപയാണ് ഇതിനോടകം തന്നെ. അത് മാത്രമല്ല, ഈ ഇതേ കാര്യത്തിനായിട്ട് 600 കോടി രൂപയുടെ ഒരു ലോണിന് വേണ്ടിയിട്ടുള്ള ഗ്യാരണ്ടിയും കേന്ദ്ര സർക്കാർ തന്നെയാണ് നൽകിയിരിക്കുന്നത്. भाइयों बहनों, बीजेपी की नीति बड़ी स्पष्ट है, जस्टिस टू ऑल, अपीसमेंट टू नन। സുഹൃത്തുക്കളെ, BJPയുടെ വിചാരധാര വളരെ വ്യക്തമാണ്. എല്ലാവർക്കും സമത്വം, എല്ലാവർക്കും जस्टिस टू ऑल, अपीसमेंट टू नन। और हम इसी के तहत देश भर में काम कर रहे हैं। जब केरल का एक संगठन PFI यहां से देश विरोधी प्रवृत्तियां करता था, भारतीय जनता पार्टी की सरकार ने एक ही दिन में देश भर के सभी PFI कैडर को जेल की सलाखों के पीछे डालने का काम भारतीय जनता पार्टी ने किया। BJPയുടെ വിചാരധാര വളരെ വ്യക്തമാണ്. എല്ലാവരെയും സമന്മാരായി കാണുന്നു, എല്ലാവരെയും നിയമത്തിന് മുമ്പിൽ ഒന്നാക്കി തന്നെ കാണുന്നു. എന്നാൽ ആരോടും മതവർഗീയ പ്രീണനം BJPക്കില്ല. നോക്കൂ, ഈ കേരളത്തിലെ ഒരു സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ഇന്ന് ഇന്ത്യയിൽ പടർന്നു പന്തലിച്ച് തീവ്രവാദത്തിന് അനുകൂലമായി തീരുമാനമെടുത്തപ്പോൾ ഒരൊറ്റ ദിനം കൊണ്ട് തന്നെ ഈ ഇന്ത്യയിൽ അവരുടെ എല്ലാ കേന്ദ്രങ്ങളിലും റെയ്ഡ് നടത്തിക്കൊണ്ട് ദേശവിരുദ്ധ ശക്തികളായിട്ടുള്ള പോപ്പുലർ ഫ്രണ്ടുകാരെ എല്ലാവരെയും പിടിച്ചകത്തിടുവാനുള്ള ഒരു നട്ടൽ ഈ കേന്ദ്ര സർക്കാർ കാണിച്ചിട്ടുണ്ട്. भारतीय जनता पार्टी की सरकार ही वक्फ अमेंडमेंट बिल को लेकर आई। ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ തന്നെയാണ് വളരെ പ്രമാദമായിട്ടുള്ള വിഷയങ്ങളെ തൊട്ടുണർത്തിക്കൊണ്ട് വഖഫിന്റെ അമെൻമെന്റ് ബില്ല് കൊണ്ടുവന്നിട്ടുള്ളത്. हमारे एर्नाकुलम में ही 600 क्रिश्चियन और हिंदू परिवार की 400 एकड़ 400 एकड़ भूमि वक्फ बोर्ड ने हड़प कर ली थी। നമുക്കറിയാം, ഈ എറണാകുളം ജില്ലയിൽ തന്നെയുള്ള മുനമ്പത്തുള്ള ഏകദേശം 400 ഏക്കർ ഭൂമിയാണ് അവിടെ വസിക്കുന്ന ഹിന്ദു ആയിക്കോട്ടെ, ക്രിസ്ത്യാനി ആയിക്കോട്ടെ, മുസ്ലിം ആയിക്കോട്ടെ, അവരുടെ ഭൂമിയെ വഖഫ് അത് തങ്ങളുടേതാണെന്ന് അവകാശപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. मगर उसके लिए न LDF ने आवाज उठाई, न UDF ने आवाज उठाई। जब वक्फ अमेंडमेंट बिल पार्लियामेंट में चर्चा हो रहा था, ये 600 क्रिश्चियन परिवारों की भूमि के लिए LDF, UDF एक शब्द नहीं बोले, उनके मन में डर था। ഈ മുനമ്പത്തുള്ള ഏകദേശം 600ഓളം ക്രിസ്ത്യൻ കുടുംബങ്ങൾക്ക് വേണ്ടി അവരുടെ കിടപ്പാടം ഇല്ലാതാകുന്ന അവസ്ഥ വന്നപ്പോൾ ഈ കേരളത്തിലെ LDFO, UDFO
ഒരിക്കൽ പോലും തങ്ങളുടെ നാവ് ചലിപ്പിച്ചില്ല. അവസാനം അതിനു വേണ്ടിയിട്ടാണ് വഖഫിന്റെ അമെന്റ്മെന്റ് കൊണ്ടുള്ള ഒരു ബില്ല് ലോകസഭയിലേക്ക് ബിജെപിക്ക് അവതരിപ്പിക്കേണ്ടി വന്നത്. भाइयों बहनों, ये एलडीएफ और यूडीएफ दोहरे चरित्र वाली पार्टियां हैं. ഈ LDF-ഉം UDF-ഉം നമുക്കറിയാം ഒരേ നാണയത്തിന്റെ ഇരുവശങ്ങൾ തന്നെയാണ്. देश भर में तो कांग्रेस और कम्युनिस्ट एक साथ चुनाव लड़ते हैं. ഈ രാജ്യത്തുടനീളം കേരളത്തിന് പുറത്ത് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും ഒന്നായാണ് എല്ലായിടത്തും ഇലക്ഷനിൽ മത്സരിക്കുന്നത്. मगर केरल में एक साथ चुनाव नहीं लड़ते हैं, आमने सामने लड़ते हैं. എന്നാൽ കേരളത്തിൽ നോക്കൂ, രണ്ട് മുന്നണികളായി നമ്മളെ പറ്റിച്ചുകൊണ്ട് രണ്ട് മുന്നണികളായാണ് അവർ മത്സരിക്കുന്നത്. देश भर में कांग्रेस और कम्युनिस्ट इलू इलू करते हैं और केरल में एक दूसरे का विरोध करते हैं. നമുക്കറിയുന്ന പോലെ ഇന്ത്യയിലുടനീളം അവർക്ക് വലിയ ദോസ്തിയും ഈലു ഈലു ഐ ലവ് യു എന്ന് പറഞ്ഞ് നടക്കുകയും കേരളത്തിലെത്തുമ്പോൾ ബദ്ധശത്രുക്കൾ എന്നുള്ള മുഖേന രണ്ടുപേരും തമ്മിൽ വഴക്കടിക്കുകയുമാണ് ചെയ്യുന്നത്. अभी राहुल गांधी आए थे. राहुल गांधी और विजयन जी भाजपा को एक दूसरे की बी टीम कहते हैं, मगर मैं विजयन जी को कहना चाहता हूं, इस बार भाजपा और एनडीए केरल में ए टीम बनने वाले हैं और आप लोग बी टीम बनने वाले हैं. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ശ്രീമാൻ രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്നിരുന്നു. ശ്രീ പിണറായി വിജയൻ കേരളത്തിലുടനീളം പ്രസംഗിച്ചു നടക്കുന്നു. രാഹുൽ ഗാന്ധി പറയുന്നു ബിജെപിയാണ് മറ്റുള്ളവരുമായി സഖ്യമുണ്ടാക്കുന്നത്, ബി ടീമാണെന്നെല്ലാം പറയുമ്പോൾ ഞാനൊരു കാര്യം വ്യക്തമാക്കുവാൻ ആഗ്രഹിക്കുന്നു. ഈ തമ്മിൽ ദോസ്തി കാണിക്കുന്ന ഈ കമ്മ്യൂണിസ്റ്റും കോൺഗ്രസുമാണ് ബി ടീം. ഈ കേരളത്തിലെ യഥാർത്ഥ ബി ടീം ബിജെപി നേതൃത്വം നൽകുന്ന NDA മുന്നണിയാണെന്ന് ഞാൻ ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. भाइयों बहनों, मोदी जी के नेतृत्व में देश भर में लाखों स्टार्टअप शुरू हुए हैं. സുഹൃത്തുക്കളെ, ഇന്ത്യയിലുടനീളം മോദിജിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ വന്നതിനു ശേഷം ലക്ഷക്കണക്കിന് സ്റ്റാർട്ടപ്പുകളാണ് ആരംഭിച്ചിട്ടുള്ളത്, പുതിയ തൊഴിൽ ദൗത്യങ്ങൾ. मगर एक स्टार्टअप यहां के मुख्यमंत्री विजयन जी ने भी शुरू किया है. എന്നാൽ അതിലൊരു സ്റ്റാർട്ടപ്പ് ഈ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള ശ്രീ പിണറായി വിജയനും ആരംഭിച്ചിട്ടുണ്ട്. ये स्टार्टअप का नाम है नेम चेंज स्टार्टअप. ഈ സ്റ്റാർട്ടപ്പിന്റെ പേരാണ് പേര് മാറ്റുന്ന സ്റ്റാർട്ടപ്പ്. मोदी जी वहां से योजना भेजते हैं, रुपया भेजते हैं और विजयन जी अपना नाम लगाने का काम करते हैं. മോദിജി അങ്ങ് ഡൽഹിയിൽ ഇരുന്നുകൊണ്ട് പുതിയ പുതിയ നയങ്ങൾ പ്രഖ്യാപിക്കുന്നു, പുതിയ പുതിയ പദ്ധതികൾ പ്രഖ്യാപിക്കുന്നു, അതിനുവേണ്ട കോടിക്കണക്കിന് രൂപ ഫണ്ട് ഒഴുക്കുന്നു. ശ്രീ വിജയൻ ഇവിടെ ഇരുന്നുകൊണ്ട് ഈ യോജനകളുടെ എല്ലാം പേരുകൾ മാറ്റുന്നു, ഈ ഫണ്ട് അടിച്ചു മാറ്റുന്നു. मोदी जी हर गरीब के लिए 5 किलो चावल राइस भेजते हैं, ठेला कम्युनिस्ट पार्टी का लग जाता है. മോദിജി ഡൽഹിയിൽ നിന്നും സാധാരണക്കാർക്ക് വേണ്ടി 5 കിലോ റേഷനറി ഫ്രീ ആയി കൊടുക്കുമ്പോൾ ഇവിടെ എത്തിക്കഴിയുമ്പോൾ വിജയൻ സാർ അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സിംബലുള്ള ഒരു സഞ്ചിയിലിട്ട് കൊടുക്കുന്നു. मोदी जी हर गरीब को घर देते हैं, वो इसको लाइफ मिशन के नाम से कम्युनिस्ट पार्टी के सिंबल के साथ गरीब को देते हैं. മോദിജി ഡൽഹിയിൽ ഇരുന്നുകൊണ്ട് ഈ രാജ്യത്തിലുള്ള പാർപ്പിടമില്ലാത്ത എല്ലാവർക്കും വീട് പണിയുവാനായി പദ്ധതികൾ നടത്തുമ്പോൾ ശ്രീ വിജയൻ സാർ ഇവിടെ ഇരുന്നുകൊണ്ട് അതിന്റെ പേര് ലൈഫ് മിഷൻ പദ്ധതി എന്നാക്കി മാറ്റിക്കൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സിംബലും അച്ചടിച്ചുകൊണ്ട് പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നു. नेशनल हाईवे 66 100% खर्चा मोदी जी उठा रहे हैं. वहां पर विजयन जी के बड़े बड़े पोस्टर लगा देते हैं. നമുക്കറിയാം ദേശീയപാത 66 അങ്ങ് തലപ്പാടി മുതൽ കന്യാകുമാരി വരെയുള്ള കേരളത്തിന്റെ ജീവനാഡിയായിട്ടുള്ള NH 66ന്റെ 100% ഫണ്ടും കേന്ദ്രത്തിന്റെയാണ്. പക്ഷേ ആ ഹൈവേയിലൂടെ നമ്മൾ യാത്ര ചെയ്താൽ എല്ലായിടത്തും കാണുക ശ്രീ വിജയൻജിയുടെ ഫോട്ടോകൾ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്നതാണ്. और नेशनल हेल्थ मिशन मोदी जी 600 करोड़ रुपया भेजते हैं,
मगर उसमें फोटो लगाने की जगह नहीं है, इसलिए नेशनल हेल्थ मिशन बंद कर देते हैं। നാഷണൽ ഹെൽത്ത് മിഷൻ നമ്മളുടെ ആരോഗ്യ പദ്ധതികൾക്ക് വേണ്ടിയിട്ട് കേന്ദ്രം ചെലവഴിക്കുന്ന ആയിരക്കണക്കിന് കോടി രൂപയുടെ പദ്ധതികൾ കേരളത്തിലെത്തുമ്പോൾ അവിടെ മാത്രം മുഖം മാറ്റുവാനും ചിഹ്നം മാറ്റുവാനും സമയവും സ്ഥലവും സൗകര്യവും ഇല്ലാത്തതുകൊണ്ട് അത് മാത്രം ഇതുവരെ മാറ്റിയിട്ടില്ല, അത് മാറ്റാനും കഴിഞ്ഞിട്ടില്ല. भाइयों बहनों, काम करे बगैर यश और वोट प्राप्त करने की ये एलडीएफ की कारी इस बार यहां पर नहीं लगने वाली है। केरलम की जनता जानती है कि सारे काम नरेंद्र मोदी जी ने किए। സുഹൃത്തുക്കളെ, ഈ പറ്റിക്കൽ ഇനി അധികകാലം നിലനിൽക്കില്ല. ഇത്രയും കാലം 10 കൊല്ലം ഈ കേരളത്തെ പറ്റിച്ച് ഇവരുടെ സത്യാവസ്ഥ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഈ മലയാളികൾ ഇനി ശരിയായ ദിശയിലേക്ക് ചിന്തിച്ചുകൊണ്ട് നരേന്ദ്രമോദിജി നേതൃത്വം നൽകുന്ന ഒരു NDA സർക്കാരിന് വേണ്ടി വോട്ട് ചെയ്യാൻ പോവുകയാണ്. भाइयों बहनों, इस सबरीमाला का सोना जिन्होंने लूटा है उनको जेल में डालना चाहिए या नहीं डालना चाहिए? സുഹൃത്തുക്കളെ, ശബരിമലയിലെ സ്വർണം കെട്ടവന്മാരെ ജയിലിലിടണോ വേണ്ടയോ? നിങ്ങൾ പറയൂ. जरा जोर से बोलो, जेल में डालना चाहिए या नहीं डालना चाहिए? ജയിലിൽ അടയ്ക്കണോ വേണ്ടയോ കള്ളന്മാരെ? बड़ा सरल रास्ता है, ना यूडीएफ उनको पकड़ेगी ना एलडीएफ। आप एनडीए की सरकार बना दो, हम 2 महीने के अंदर सोना चोरी करने वालों को जेल की सलाखों के पीछे डाल। നിങ്ങളുടെ ആഗ്രഹം നടപ്പിലാക്കുവാൻ വളരെ എളുപ്പമാണ്. ഏപ്രിൽ 9-ാം തീയതി നിങ്ങൾ വോട്ട് ചെയ്തുകൊണ്ട് NDAയുടെ ഭൂരിപക്ഷത്തിലുള്ള ഒരു സർക്കാരിനെ കൊണ്ടുവരൂ. ഈ LDF ആയിക്കോട്ടെ UDF ആയിക്കോട്ടെ, ഈ സ്വർണ്ണക്കള്ളന്മാരെ 2 മാസത്തിനുള്ളിൽ തുറങ്കിലടച്ചിരിക്കുമെന്ന് ഞാൻ ഉറക്കെ പ്രഖ്യാപിച്ചിരിക്കുന്നു. भाइयों बहनों, मेरे जीवन में मैंने राहुल गांधी जैसे झूठ बोलने वाला व्यक्ति नहीं देखा है। സുഹൃത്തുക്കളെ, ഞാൻ എന്റെ ജീവിതത്തിൽ രാഹുൽ ഗാന്ധിയെ പോലെ ഇങ്ങനെ വാ തുറന്നാൽ നുണ മാത്രം പറയുന്ന ഒരു വ്യക്തിയെ ഇന്നേ വരെ കണ്ടിട്ടില്ല. वो केरलम में आकर कल कहते हैं पेट्रोल के दाम बढ़ गए। അയാൾ ഇന്നലെ കേരളത്തിൽ എത്തിയിട്ട് പറയുകയാണ് പെട്രോളിന്റെ വില വർദ്ധിപ്പിച്ചു എന്ന് കേന്ദ്രം. राहुल बाबा, आपकी बात सही है, पेट्रोल के दाम तो बढ़ गए हैं। पेट्रोल के दाम बढ़कर 460 रुपया हो गया है। कितना हो गया है? 460 पर लीटर। സുഹൃത്തുക്കളെ, ശരിയാണ്, പെട്രോളിന്റെ വില വർദ്ധിച്ചിട്ടുണ്ട്. 1 ലിറ്ററിന് 460 രൂപയായിട്ടുണ്ട്. പക്ഷേ मगर केरलम में नहीं, पाकिस्तान में हुआ है राहुल बाबा, पाकिस्तान में हुआ है। എന്നാൽ ഈ ഇന്ധന വില വർദ്ധനവ് കേരളത്തിലല്ല, അങ്ങ് പാകിസ്ഥാനിലാണ് ഉണ്ടായിട്ടുള്ളത്. अब आपको पाकिस्तान के दाम बढ़ जाए इसकी चिंता है, और केरलम में कहते हैं मोदी जी ने पाकिस्तान के दाम बढ़ा दिए। भैया राहुल, पाकिस्तान के पेट्रोल के दाम मोदी जी नहीं बढ़ा सकते हैं, इतना आपको मालूम होना चाहिए. അവിടെ പാകിസ്ഥാനിൽ വില വർദ്ധിച്ചപ്പോൾ ഇങ്ങ് കേരളത്തിലിരിക്കുന്ന രാഹുൽ ഗാന്ധിക്കാണ് നൊന്നത്. പക്ഷെ രാഹുൽ ഗാന്ധി ഒന്ന് മനസ്സിലാക്കുക, അവിടെ പാകിസ്ഥാനിൽ വില വർദ്ധിപ്പിക്കുന്നത് നരേന്ദ്രമോദിജി അല്ല. भाइयों बहनों, पूरे विश्व में पेट्रोल के दाम बढ़े हैं, डीजल के दाम बढ़े हैं, रेशनिंग लगा है, वर्क फ्रॉम होम का आदेश जारी हुआ है, 3 दिन की छुट्टी कर दी गई है, मगर भारत में ना दाम बढ़े हैं ना रेशनिंग है। जिसको जितना चाहिए उतना पेट्रोल, डीजल और गैस तीनों मिल रहा है। ये नरेंद्र मोदी जी का मैनेजमेंट है राहुल बाबा, ये नरेंद्र मोदी जी का है। ഈ ലോകത്ത് യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് നിരവധി നൂറുകണക്കിന് രാജ്യങ്ങളിൽ ഇന്ന് പെട്രോളിന്റെയും അനുബന്ധ വസ്തുക്കളുടെയും വില വർദ്ധിക്കുന്നു. അതിന്റെ ലഭ്യത കുറഞ്ഞു വരുന്നു. പലപ്പോഴും അത് കിട്ടാതെ വരുമ്പോൾ അതിന് റേഷനിങ് സംവിധാനം ഏർപ്പെടുത്തുന്നു. എന്നാൽ ഇന്ത്യയിൽ, ഈ ഭാരതത്തിൽ, മോദി ഭരിക്കുന്ന ഭാരതത്തിൽ ഒരു ദിവസം പോലുമല്ല, 1 മണിക്കൂർ പോലും നമ്മൾക്ക് ഇന്ധന ലഭ്യത കുറവ് വന്നിട്ടില്ല, റേഷനിങ് സംവിധാനം വേണ്ടി വന്നിട്ടില്ല.
പല രാജ്യങ്ങളും വർക്ക് ഫ്രം ഹോം, നിങ്ങൾ വീട്ടിലിരുന്ന് പണിയെടുക്കൂ, പുറത്തിറങ്ങാൻ വഴിയില്ല, ഇന്ധനമില്ല എന്ന് പറയുമ്പോൾ ഈ രാജ്യത്ത് ഒരു മണിക്കൂർ, ഒരു നിമിഷം പോലെ നടപ്പിലാക്കേണ്ടി വന്നിട്ടില്ല. भाइयों बहनों, ये राहुल बाबा समझे बगैर इस तरह के बयान देते हैं जिससे गल्फ कंट्री सारी भारत के प्रति गुस्सा हो। मैं उनको ये बताना चाहता हूं, वैसे भी आप चुनाव जीतने नहीं वाले हैं। 1 करोड़ भारत के लोग गल्फ कंट्रीज में काम कर रहे हैं, उनके भविष्य की चिंता करिए, इतना झूठ नहीं बोलना चाहिए। രാഹുൽ ബാബ ദയവ് ചെയ്ത് ഇത്തരത്തിൽ നുണ പ്രസ്താവനകൾ നടത്തിക്കൊണ്ട് ഗൾഫ് രാജ്യങ്ങളിൽ താമസിക്കുന്ന 1 കോടിയിൽ പരം വരുന്ന ഭാരതീയ സിറ്റിസൺസിന്റെ ജോലിയെ ബാധിക്കുന്ന തരത്തിൽ, അവരുടെ താമസത്തെ ബാധിക്കുന്ന തരത്തിലുള്ള നുണകൾ പറയുന്നതൊന്ന് ഒഴിവാക്കി തരൂ. भाइयों बहनों, अभी अभी दिल्ली में नरेंद्र मोदी जी ने एआई समिट करी। एआई समिट में, ये वैश्विक समिट में 80 देशों के एआई के एक्सपर्ट आए, इंडस्ट्रियलिस्ट आए और 20 से ज्यादा देशों के राष्ट्राध्यक्ष आए। कांग्रेस पार्टी के कार्यकर्ताओं ने वहां पर कपड़े उतारकर भारत का विरोध किया। मैं राहुल गांधी जी को पूछना चाहता हूं, मोदी जी एआई समिट कर देश के युवाओं के लिए रोजगारी की व्यवस्था करते हैं और आप इसका इस वैश्विक मंच पर विरोध करते हैं, कपड़े उतार कर विरोध करते हैं। आपको क्या अधिकार है देश के युवाओं का भविष्य बर्बाद करने का? और वो करते तो करते ही है, साथ में ट्वीट कर कर कहते हैं ये कपड़े उतारने वाले उनके बब्बर शेर थे। भाइयों बहनों, ऐसी निर्लज्जता मैंने देश भर में, दुनिया भर में कहीं नहीं देखी। സുഹൃത്തുക്കളെ, കഴിഞ്ഞ മാസം ഡൽഹിയിൽ നിർമ്മിത ബുദ്ധി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒരു ലോക സമ്മേളനം നരേന്ദ്രമോദി നടത്തുകയുണ്ടായി. ഏകദേശം 80 രാജ്യങ്ങളിൽ നിന്നുമുള്ള ഇത്തരത്തിലുള്ള സയന്റിസ്റ്റുകൾ അടക്കമുള്ള നിരവധി ബുദ്ധിരാക്ഷസന്മാരായിട്ടുള്ള സയന്റിസ്റ്റുകൾ അവിടെ വന്നിരുന്നു. ഏകദേശം 20 രാജ്യങ്ങളുടെ തലവന്മാർ അവിടെ വന്നിരുന്നു. ഈ രാജ്യത്തിന്റെ യശസ് ഉയർത്തുന്ന ഇത്രയും വലിയൊരു പ്രോഗ്രാമിൽ വെച്ചുകൊണ്ട് ഈ രാജ്യത്തിന് വേണ്ടി ഒന്നും ചെയ്യാതെ ഈ രാഹുൽ ബാബയുടെ കോൺഗ്രസ് പാർട്ടി പ്രവർത്തകർ കാണിച്ചത്, അവിടെ വന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ പ്രവർത്തകരെ കൊണ്ട് തുണിയുരിഞ്ഞുകൊണ്ട് പ്രതിഷേധിക്കുകയാണ് ചെയ്തത്. ഒന്നാലോചിച്ചു നോക്കൂ, നമ്മുടെ രാജ്യത്തിന്റെ വില കളയുവാൻ വേണ്ടി ജന്മമെടുത്തിരിക്കുന്ന ഈ ഒരു രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് പാർട്ടിയും ഈ സമൂഹത്തിന് ഇനിയും ആവശ്യമോ എന്ന് നമ്മൾ തീരുമാനിക്കുക. भाइयों बहनों, एनडीए सरकार ने तय किया है कि एनडीए की सरकार बनते ही हम हर गरीब हर महिला के अकाउंट में हर महीना 2,500 रुपीज इनकी सहायता के लिए भेजेंगे. സുഹൃത്തുക്കളെ, എൻഡിഎ തീരുമാനിച്ചിട്ടുണ്ട് ഈ കേരളത്തിൽ എൻഡിഎയുടെ നേതൃത്വത്തിലൊരു സർക്കാർ വരുന്ന നാൾ മുതൽ തന്നെ എല്ലാ മാസവും ഈ നാട്ടിലെ വനിതകളുടെ അക്കൗണ്ടിലേക്ക് 2,500 രൂപ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുമെന്ന് ഇതിനോടകം എൻഡിഎ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. केरलम में पहला एम्स 2 साल के भीतर बनाकर केरलम के लिए खुला रख दिया जाएगा. കേരളത്തിലെ ആദ്യത്തെ എയിംസ് 2 കൊല്ലത്തിനുള്ളിൽ പണി ആരംഭിച്ച് പ്രവർത്തനം ആരംഭിച്ചിരിക്കുമെന്നുകൂടി ഞങ്ങൾ അതിൽ ഉറപ്പ് നൽകുകയാണ് ഒരു എൻഡിഎ സർക്കാർ വരികയാണെങ്കിൽ. ओणम और क्रिसमस में हर साल 2 गैस सिलेंडर महिलाओं को फ्री ऑफ कॉस्ट दिए जाएंगे. അതേപോലെ ഓണം, ക്രിസ്മസ് എന്നുള്ള ഈ 2 ഫെസ്റ്റിവലുകൾക്ക് എല്ലാ പാവപ്പെട്ട കുടുംബങ്ങൾക്കും ഓരോ സിലിണ്ടർ വീതം, അതായത് ഒരു കൊല്ലം 2 സിലിണ്ടർ സൗജന്യമായി എൻഡിഎ സർക്കാർ അനുവദിച്ചു തരുമെന്നും ഇതിനാൽ പ്രഖ്യാപിക്കുന്നു. सबरीमाला सोना चोरी के मामले में सीबीआई को केस सौंपकर 60 दिन के अंदर सच्चे दोषियों को जेल की सलाखों के पीछे ले जाया जाएगा. ശബരിമല സ്വർണ്ണ കേസ് തീർച്ചയായും
CBI കൊണ്ട് അന്വേഷിപ്പിച്ചുകൊണ്ട് 7 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച കറുത്ത കരങ്ങളെ തുറങ്കിലടയ്ക്കുമെന്നും ഇതിനോടകം ഞാൻ പ്രഖ്യാപിക്കുന്നു. हर घर को हर महीने 20,000 लीटर तक 20,000 लीटर पानी फ्री ऑफ कॉस्ट दिया जाएगा. ഈ കേരളത്തിലെ ഓരോ വീടുകൾക്കും ഒരു മാസം 20,000 ലിറ്റർ കുടിവെള്ളം സൗജന്യമായി അനുവദിച്ചു തരുമെന്നും ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. हम तिरुवनंतपुरम को आईटी इनोवेशन का हब बनाने के लिए ढेर सारी योजनाएं लाएंगे. നമ്മൾ ഈ സംസ്ഥാനത്തിന്റെ തലസ്ഥാനമായിട്ടുള്ള തിരുവനന്തപുരത്തിലെ ഒരു IT ഹബ്ബാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാവിധ വികസന പ്രവർത്തനങ്ങളും നടത്തുമെന്നും അറിയിക്കുന്നു. कोल्लम को ब्लू इकोनॉमी का हब बनाएंगे. കൊല്ലത്തെ ഒരു ബ്ലൂ ഇക്കോണമിയുടെ ഒരു ബ്ലൂ സാമ്പത്തികാവസ്ഥയുടെ ഒരു ഹബ്ബാക്കി മാറ്റുമെന്നും ഞാൻ ഇതിനാൽ അറിയിക്കുന്നു. कोझिकोड को हेल्थ केयर और मेडिकल का सेंटर बनाएंगे. അതേപോലെ മലബാർ മേഖലയിൽ കോഴിക്കോടിനെ നമ്മളുടെ ആരോഗ്യകാര്യങ്ങൾക്കായിട്ട് ഒരു ഹെൽത്ത് കെയറിന്റെ ഒരു ഹബ്ബാക്കി മാറ്റുമെന്നും പ്രഖ്യാപിക്കുന്നു. त्रिशूर को केरल का कल्चरल टूरिज्म का हब बनाएंगे. തൃശൂരിനെ കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനവും അതിന്റെ ഒരു ഹബ്ബുമാക്കി മാറ്റുമെന്നും ഇതിനാൽ അറിയിക്കുന്നു. और कन्नूर को डिफेंस इनोवेशन का हब बनाने का काम हमारी एनडीए की सरकार करेगी. അതേപോലെ കണ്ണൂരിനെ ഒരു പ്രതിരോധ ശക്തിയുടെ ഒരു കേന്ദ്രമാക്കി അതിന്റെ ഒരു ഹബ്ബാക്കി മാറ്റുവാനുള്ള തീരുമാനം കൂടി ഞങ്ങൾ എടുത്തിട്ടുണ്ട് എന്നും അറിയിക്കുന്നു. भाइयों, अंत में मैं आप सभी को इतना ही कहना चाहता हूं कि आने वाले 9 अप्रैल के चुनाव में भारतीय धर्म जनसेना की पार्टी का हमारा चिन्ह है नारियली का पेड़, 2020 का चिन्ह है कटहल और बीजेपी का सिंबल है कमल का फूल, लोटस. ये तीनों सिंबल पर प्रचंड मात्रा में वोटिंग कर केरल में एनडीए की पहली सरकार बनाइए और विकसित केरलम का हमारा स्वप्न पूरा करिए. आप सभी का बहुत बहुत धन्यवाद. भारत माता की जय. वंदे मातरम. वंदे मातरम.